ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൻ്റെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇതുവരെ യൂളേഴ്സ് ഇക്വേഷൻ കണ്ടു, ബെർണോളിസ് ഇക്വേഷൻ കണ്ടു, ബെർണോളിസ് ഇക്വേഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായ വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്ററ്റ് ട്യൂബ് കണ്ടു. ഇനി നമ്മളൊരു വേറൊരു ഇൻസ്ട്രുമെൻറ്റ് പരിചയപ്പെടാൻ പോവുകയാണ്, അതായത് ഓറിഫൈസ്. ഓറിഫൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറിഫൈസ് മീറ്റർ അറിയാം അല്ലേ. അപ്പോൾ ഓറിഫൈസ് മീറ്റർ എന്തായിരുന്നു? ഓറിഫൈസ് മീറ്റർ നമ്മൾ പൈപ്പിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. അതായത് പൈപ്പിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പൈപ്പിൻ്റെ അകത്ത് നമ്മളൊരു ചെറിയൊരു ഓപ്പണിംഗ് ഉള്ളൊരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ പ്ലേറ്റ് എന്ന് പറയുന്നത് സർക്കുലർ പ്ലേറ്റ് ആയിരിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുന്നു. ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിഫൈസ്. അപ്പോൾ ഇത് ഫുൾ സെറ്റപ്പിനെയാണ് ആ പ്ലേറ്റ് പോലെ ഇൻസേർട്ട് ചെയ്ത് പൈപ്പിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ സെറ്റപ്പിനെയാണ് നമ്മൾ ഓറിഫൈസ് പ്ലേറ്റ് എന്ന് പറയുക. ജസ്റ്റ് ആ ഓപ്പണിങ്ങിന് പറയുന്ന ടേമാണ് എന്ത്? ഓറിഫൈസ്. അപ്പം ഇത് നമ്മൾ പൈപ്പിൻ്റെ അകത്താണ് ഓറിഫൈസ് മീറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ, നോർമലി ഒരു ടാങ്കിൻ്റെ അകത്ത്, ടാങ്കിൻ്റെ സൈഡ് വാളിലൊക്കെ കൊടുക്കുന്ന സ്മോൾ ഓപ്പണിങ്, അല്ലെങ്കിൽ ടാങ്കിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുന്ന സ്മോൾ ഓപ്പണിങ്, ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓറിഫൈസ് ഈസ് എ സ്മോൾ ഓപ്പണിങ് ഇൻ ദി വാൾ ഓർ ബേസ് ഓഫ് എ ടാങ്ക് ഓർ വെസൽ. ഓക്കെ, അപ്പം ഈ ഓറിഫൈസ് എപ്പോഴും ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ബിലോ ദി ഫ്രീ സർഫസ്. ഇനി ഈ ഒരു ഓറിഫൈസിന് ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു ചെറിയൊരു പൈപ്പോ റോഡോ ട്യൂബോ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ആസ് യു സീ ഇൻ ദിസ് ഫിഗർ, അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ മൗത്ത് പീസ് എന്ന് പറയും. ഓറിഫൈസിന് ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു ട്യൂബും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ സെറ്റപ്പിനെ നമ്മൾ എന്ത് പറയും? മൗത്ത് പീസ് എന്ന് പറയും. അപ്പോൾ മൗത്ത് പീസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓറിഫൈസിൽ കിട്ടുന്ന ഡിസ്ചാർജിനെക്കാളും കൂടുതൽ ഡിസ്ചാർജ് കിട്ടും. നമ്മളിവിടെ ഈ മൊഡ്യൂളിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഓറിഫൈസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓറിഫൈസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും ഫ്ലോ ത്രൂ ഓറിഫൈസ്, ഡിസ്ചാർജ് ത്രൂ ഓറിഫൈസും എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വി വിൽ സീ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓറിഫൈസസ്. അപ്പോൾ ഓറിഫൈസിനെ ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് head of liquid in orifice, നമ്മളതിനെ സ്മോൾ ഓറിഫൈസ് ആൻഡ് ലാർജ് ഓറിഫൈസ് എന്ന് ക്ലാസിഫൈ ചെയ്യും. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് അപ്പ് ഇൻ എ ടാങ്ക്, ഓക്കെ, ഈ ടാങ്കിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കുകയാണെന്ന് വെച്ചോ. ആൻഡ് ലെറ്റ് ദ ഡെപ്ത് ഓഫ് ഓറിഫൈസ് ബി ഡി. സപ്പോസ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹൈറ്റിൽ വാട്ടറും കൂടിയുണ്ട്. Suppose for the first case is if h is much greater than 5 times the depth of orifice. Head of water is 5 times greater than the depth of orifice. അതായത് ഒരു ചെറിയ ഓറിഫൈസ്, അതിൻ്റെ മുകളിൽ നല്ലൊരു ഡെപ്തിൽ വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓറിഫൈസിനെ സ്മോൾ ഓറിഫൈസ് എന്ന് പറയും. നേരെ മറിച്ച് സപ്പോസ് ഇഫ് ഐ take another tank where I have a greater size of orifice and with a less depth of water inside the tank, that is h is not greater than 5 times of depth of orifice, നമ്മൾ അതിനെ എന്ത് പറയും? ലാർജ് ഓറിഫൈസ് എന്ന് പറയും. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് ഇറ്റ്, യൂഷ്വലി നമ്മൾ കാണുന്ന ഓറിഫൈസ് ആണ് സർക്കുലർ, പിന്നെ ട്രയാങ്കുലർ ഓറിഫൈസ് ഉണ്ട്, റെക്ടാങ്കുലർ ഓറിഫൈസ് ഉണ്ട്, സ്ക്വയർ ഓറിഫൈസ് ഉണ്ട്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എഡ്ജസ്, അത് ഓറിഫൈസിൻ്റെ ഈ ഒരു എഡ്ജ്, സപ്പോസ് ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ നമ്മളതിനെ ഷാർപ്പ് എഡ്ജ്ഡ് ഓറിഫൈസ് എന്ന് പറയും. ചില കേസിൽ നമുക്ക് ബെൽ മൗത്ത് ഓറിഫൈസ് കിട്ടും. ഓപ്പണിങ് അങ്ങനെയാണ് ബെൽ മൗത്ത്. അപ്പോൾ ആ ഒരു എഡ്ജ്, ഓറിഫൈസിൻ്റെ എഡ്ജ് വെച്ചിട്ട് നമുക്കതിനെ ഷാർപ്പ് എഡ്ജ് ആൻഡ് ബെൽ മൗത്ത് ഓറിഫൈസ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം ഫ്രീ ആയിട്ട് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഫ്രീ ഡിസ്ചാർജിങ് ഓറിഫൈസ് എന്ന് പറയും. അതല്ല, സപ്പോസ് ഈ ഒരു ഈ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം വേറൊരു ടാങ്കിലേക്കാണ് പോകുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ അകത്ത് ഫുൾ വാട്ടർ ഉണ്ടെങ്കിൽ നമുക്കതിന് എന്തിനു പറയാം? സബ്മേഴ്സ്ഡ് ഓറിഫൈസ് എന്ന് പറയാം. ഇനി ഈ സബ്മേഴ്സ്ഡ് ഓറിഫൈസ് തന്നെ രണ്ട് കേസ് ഉണ്ട്. അതായത് ഈ കേസിൽ ഈ ഓറിഫൈസ് കംപ്ലീറ്റ്ലി ഈ സെക്കൻഡ് ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ അകത്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുള്ളി സബ്മേഴ്സ്ഡ് ഓറിഫൈസ് എന്ന് പറയാം. ഞാൻ സപ്പോസ് ഇവിടെ ഞാൻ കാണിക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ സെക്കൻഡ് ടാങ്കിലേക്ക് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഈ ഒരു ലെവലാണ് ഇല്ലത് വെച്ചോ. അപ്പോൾ ഓറിഫൈസിൻ്റെ പകുതി
വെള്ളത്തിൻ്റെ അകത്തും പകുതി അറ്റ്മോസ്ഫിയറിലേക്കാണ്. അങ്ങനെ വരുന്നതിന് നമ്മൾ പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് എന്ന് പറയും. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ കാണുന്ന പല തരത്തിലുള്ള ഓറിഫൈസ്. നമുക്കിവിടെ ഫോക്കസ് ചെയ്യാനുള്ളത് സ്മോൾ ഓറിഫൈസ് ആൻഡ് ലാർജ് ഓറിഫൈസ് ആണ്. അതിൽ ആദ്യത്തെ കേസ്, അതായത് ഫ്ലോ ത്രൂ എ സ്മോൾ ഓറിഫൈസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സപ്പോസ് ടേക്ക് അപ്പ് എ ടാങ്ക് ലൈക്ക് ദിസ് വെർ യു ഹാവ് എ സ്മോൾ ഓറിഫൈസ് ഓഫ് ഡെപ്ത് D ആൻഡ് ഹാവിങ് വാട്ടർ അപ് ടു എ ഹെഡ് H ഇൻ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഓറിഫൈസ് ഉണ്ട്. ഓറിഫൈസിൻ്റെ ഡയമീറ്റർ എത്രയാണ്? D. ഇതിൻ്റെ അകത്തുള്ള വാട്ടർ ഡെപ്ത് എത്രയാണ്? H. ഓക്കെ, സോ ഓറിഫൈസ് ഡയമീറ്റർ ഈസ് D ആൻഡ് ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് H. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഈ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ, അതായത് ഈ സെക്ഷൻ 2 എത്തുമ്പോഴേക്കും ഓൾ ഫ്ലൂയിഡ് ലൈൻസ്, അതായത് സ്ട്രീം ലൈൻസ് വിൽ ബി പാരലൽ. ഓക്കെ, അതേസമയം നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് വരുന്നതിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം ഡയമീറ്റർ ഏതാണോ ആ ഡയമീറ്റർ എത്തുകയും ചെയ്യും. ഓക്കെ, മിനിമം ഡയമീറ്റർ എടുത്തും അതേസമയം ഓൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വിൽ ബി പാരലൽ. ആ പൊസിഷനാണ് നമ്മൾ എന്ത് പറയുക? വീന കോൺട്രാക്റ്റ്. അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണോ അതിൽ നിന്ന് 0.5 ടൈംസ് D ആയിരിക്കും ആ ഡിസ്റ്റൻസ്, സെക്ഷൻ D എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ D/2 ഡിസ്റ്റൻസിലായിരിക്കും നമുക്ക് വീന കോൺട്രാക്റ്റ് എന്നുള്ള പൊസിഷൻ കാണാൻ പറ്റുക. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദിസ് ജെറ്റ് വിൽ വൈഡൻ. പക്ഷെ വൈഡൻ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ബൈ ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഇതെല്ലാം താഴേക്ക് വന്നിട്ട് പതിക്കും. ഇതാണ് നോർമലി ഒരു ടാങ്കിൻ്റെ അകത്ത് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ പ്രൊഫൈൽ. അതായത് ആദ്യം അത് കൺവേർട്ട് ചെയ്ത് ആ ടാങ്കിൻ്റെ ഓറിഫൈസിൻ്റെ അകത്തേക്കൂടെ പുറത്തേക്ക് പോകാൻ നോക്കും. അപ്പോൾ അതിന് പോകാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡയമീറ്ററിലേക്ക് അത് സെക്ഷൻ 2 എന്ന പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത്രയും മിനിമം ഡയമീറ്ററിലേക്ക് അത് വരും. പിന്നെ എന്ത് ചെയ്യും? അത് വീണ്ടും അത്, കാരണം ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്, അതിന് വൈഡൻ ചെയ്യാനുള്ള മാക്സിമം സ്പേസ് അവിടെ അവൈലബിൾ ആണ്. അത് മാക്സിമം വൈഡൻ ചെയ്ത് എന്ത് ചെയ്യും? അത് ഗ്രാവിറ്റി ഫോഴ്സ് വഴി താഴേക്ക് ജെറ്റ് വന്ന് പതിയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 സെക്ഷൻ എടുക്കാൻ പോവാണ്. ഓൾറെഡി ഞാൻ സെക്ഷൻ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ് ദിസ് ബി സെക്ഷൻ 1. ടാങ്കിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു പൊസിഷൻ സെക്ഷൻ 1 ആയിട്ട് എടുത്തു. സോ നൗ വാട്ട് യു ഹാവ് ടു ഡു ഈസ് അപ്ലൈ ബെർണോളിസ് ഇക്വേഷൻ അറ്റ് സെക്ഷൻ 1 and 2. Okay, now if you apply Bernoulli's equation at section 1 and 2, what happens is P1 by rho G plus V1 square by 2G plus Z1 is equal to P2 by rho G plus V2 square by 2G plus Z2, right? അപ്പോൾ ഇവിടെ സെക്ഷൻ 1 and 2 സെയിം ലൈനിലാണ്. സോ ദാറ്റ് Z1 is equal to Z2. അപ്പോൾ ഞാനിത് രണ്ടും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി P1 by rho G എന്താണ്? പ്രഷർ ഹെഡാണ്. പ്രഷർ ഹെഡ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? ബൈ ഇൻസേർട്ടിങ് എ പീസോമീറ്റർ ഓർ ബൈ ഐഡൻറ്റിഫൈങ് വാട്ട് ഇസ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദാറ്റ് ടാങ്ക്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പൊസിഷന് മുകളിലേക്കുള്ള വാട്ടർ ഹൈറ്റ് എത്രയാണോ അത്രയാണ് പ്രഷർ ഹെഡ്. നമുക്ക് P1 പ്രഷർ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ P is equal to rho G H എന്നറിയാം. അപ്പോൾ H എത്രയാണോ ആ ഹൈറ്റ് അബവ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ് ആണ് നമ്മുടെ പ്രഷർ ഹെഡ് എന്ന് പറയും. P by rho G equal to H. അപ്പോൾ സെക്ഷൻ 1 നമുക്ക് ഈ പോയിന്റിന് അബവ് ഉള്ള വാട്ടർ ഹൈറ്റ് എത്രയാണ്? ക്യാപിറ്റൽ H. സോ P1 by rho G പ്രഷർ ഹെഡ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ H. ഓക്കെ, പ്ലസ് V1 square by 2G. This is equal to what is P2 by rho G? P2 by rho G എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഈ ഓറിഫൈസ് എന്നുള്ള വാട്ടർ ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ഇവിടെ ജനറലി വെൻ വി യൂസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഫ്ലൂയിഡ് കാറ്റഗറീസ് വി വിൽ സേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളത് 0 ആയിട്ട് എടുത്തു. പ്ലസ് V2 square by 2G. ഓക്കെ, നൗ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ H പ്ലസ് V1 എത്ര എടുക്കും? നമുക്ക് അറിയാം ഒരു ടാങ്കിൻ്റെ അകത്ത് വാട്ടർ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഒന്നും കൊടുക്കാതിരിക്കുകയാണ് ഈ വാട്ടർ സ്റ്റിൽ വാട്ടർ ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്ഷൻ 1 വാട്ടറിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് പറയാം? V1 is equal to 0 എന്ന് പറയും. നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വെലോസിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടാവുക. അപ്പം വെൻ വി കമ്പയർ വിത്ത് ദി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ അറ്റ് ദിസ് പൊസിഷൻ ആൻഡ് ദിസ് പൊസിഷൻ, ഈ ഇവിടെയുള്ള മൂവ്മെൻറ്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? V1 is equal to 0. Okay, so V1 is equal to 0. So V square by 2G is 0. This is equal to V2 square by 2G. Or V2 square is equal to 2GH. This implies V is equal to root of 2GH.
അപ്പം ഞാനിവിടെ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്ന് അടുത്ത് v2 ഒക്കെ ഞാൻ അവിടെ കളഞ്ഞു. കാരണം ഈ ഓറിഫൈസിൻ്റെ അകത്ത് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ നടക്കുന്ന ഏക ഒരു പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെ മാത്രമേ വെലോസിറ്റി ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി ഞാൻ ജനറൽ ടേമിൽ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh എന്ന് എടുത്തു. ഫ്ലോ ത്രൂ എ ഓറിഫൈസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു v ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ v തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി എപ്പോഴും എന്ത് സംഭവിക്കുന്നു? ഇതിൽ നിന്ന് കുറച്ച് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ആക്ച്വൽ വെലോസിറ്റി v ആക്ച്വൽ വിൽ ബി ഈക്വൽ ടു കോഎഫിഷ്യൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു റൂട്ട് ഓഫ് 2gh. ഓക്കെ, ഇനി സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി discharge through this orifice. Discharge എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Q. Discharge is equal to area into velocity. അപ്പോൾ ഇതൊരു സ്മോൾ ഡയമീറ്റർ d കൊടുത്തിട്ടുണ്ടല്ലേ. സോ ഇഫ് ഐ ഹാവ് എ ഡയമീറ്റർ ഓഫ് d, then area of orifice will be equal to area equal to pi by 4 d square, right? So area into velocity or a into root of 2gh, where a is equal to pi by 4 d square. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓറിഫൈസിൻ്റെ വെലോസിറ്റിയും discharge calculate here. So this will be theoretical discharge. So if you need the actual discharge, we have to input cd into a into root of 2gh. അപ്പം ഈ ഒരു കേസ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, 2 ഓറിഫൈസ് ഉണ്ട് ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് ഹൈറ്റ് ഓഫ് വാട്ടർ. അപ്പം അതിൽ നമ്മൾ സ്മോൾ ഓറിഫൈസ് ആൻഡ് ലാർജ് ഓറിഫൈസ് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ജനറലി ഓറിഫൈസ് എന്ന് പറയുന്നത്, ആ ഓറിഫൈസ് ഒക്കെ നമ്മൾ സ്മോൾ ഓറിഫൈസിനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫ്ലോ ത്രൂ ആൻ ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മോൾ ഓറിഫൈസ്. അപ്പോൾ സ്മോൾ ഓറിഫൈസിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അതർ ദാൻ ദാറ്റ് ന്യൂമറിക്കലിൽ സ്പെസിഫിക്കലി ലാർജ് ഓറിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ലാർജ് ഓറിഫൈസിൻ്റെ ഡിസ്ചാർജിൻ്റെ ഡെറിവേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ജനറലായിട്ട് ഓറിഫൈസ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സ്മോൾ ഓറിഫൈസ് എന്ന് എടുത്ത് പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് വെലോസിറ്റി വെലോസിറ്റി തിയററ്റിക്കൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആൻഡ് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി റൂട്ട് ഓഫ് 2gh. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.